കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ സൗഖ്യത്തിലും സമ്പന്നതയിലുമാണ്. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനായി തീർന്നിരിക്കുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്നോട് ഏറ്റു പറഞ്ഞവരെല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. കഴിഞ്ഞ ദിവസം കർത്താവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്നതിൽ വലിയ കാര്യങ്ങൾ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യും, വലിയ പ്രവൃത്തികളെ ചെയ്യും. ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിൽ വിശ്വസിക്കുന്നവൻ എപ്പോഴും ഒരു കാര്യം ഉറപ്പിച്ചോണം, എൻ്റെ കർത്താവ് എന്നെ കൈവിടത്തില്ല, എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കത്തില്ല. സ്വന്തമായിട്ടൊന്ന് പറഞ്ഞേ ആ വാക്യങ്ങൾ. എന്റെ കർത്താവ് എന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കില്ല. കർത്താവ് എന്നെ കൈവിടത്തില്ല, കർത്താവ് എപ്പോഴും എന്നെ സൂക്ഷിക്കും. ആമേൻ. നമുക്ക് തിരുവചനങ്ങളിലേക്ക് കേൾക്കാം. തുറമാനമായിട്ട് നമ്മൾ കർത്താവിന്റെ വചനം കേൾക്കുന്നല്ലോ, ഇന്നും നമുക്ക് കേൾക്കാം. ഓക്കെ, എത്ര പേര് ഇന്ന് കർത്താവിന്റെ വചനത്തെ ഭക്ഷിച്ചു? മരുന്നായിട്ട് അതിനെ ഭക്ഷിച്ച് എത്ര പേരുണ്ട്? ആമേൻ ആമേൻ. മരുന്ന് കഴിക്കുക മാത്രമല്ല, റിസൾട്ടുകളെ നിങ്ങൾ പരിശോധിക്കണം. അതിന്റെ റിസൾട്ടുകളെ നിങ്ങൾ പരിശോധിക്കണം. അങ്ങനെ ആ ആഗ്രഹത്തോടെ വേണം നമ്മൾ പറയാൻ, വെറുതെ പറയരുത്. പറയുന്നത് റിസൾട്ട് കാണാൻ വേണ്ടി തന്നെ നിങ്ങൾ പറഞ്ഞു. ഇന്ന് കേൾക്കുന്ന വചനം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ബലം നൽകുവാൻ ഇടയായിത്തീരും. ഈ വചനം നിങ്ങൾക്ക് ബലം നൽകുവാൻ ഇടയായിത്തീരും. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് വചനം കേൾക്കാം. എല്ലാവരും സൗണ്ടുകളെ മ്യൂട്ട് ചെയ്താട്ടെ. ദാസൻ എറണാകുളം, സഹോദര നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്യുക. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. വലിയ പ്രവൃത്തികളെ കർത്താവ് നമ്മുടെ നടുവിൽ ഇന്ന് ചെയ്യുന്നു. പ്രിൻസി സഹോദരി മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വളരെ ശ്രദ്ധിച്ചിരിക്കുക. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പഴയ നിയമത്തിലൊരു വാക്യം നമുക്കൊന്ന് വായിക്കാം. ആവർത്തന പുസ്തകത്തിലെ ലൂസി സഹോദരി സൗണ്ട് മൈക്ക് മ്യൂട്ട് ചെയ്യുക. മൈക്ക് മ്യൂട്ട് ചെയ്യാത്തവരെ ഞാൻ ഇവിടുന്ന് റിമൂവ് ചെയ്യുന്നതായിരിക്കും. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ഇതാ നിന്റെ ദൈവമായ യഹോവ ആ ദേശം നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ നീ ചെന്ന് അത് കൈവശമാക്കിക്കൊള്ളുക. ഭയപ്പെടരുത്, അധൈര്യപ്പെടുകയും അരുത് എന്ന് പറഞ്ഞു. ആമേൻ. ഇവിടെ വചനത്തിൽ നമുക്കറിയാം, കനാൻ ദേശം എത്താറായ സമയത്ത് യഹോവയായ ദൈവത്തിൻ്റെ അരുളിപ്പാട് എഴുത്തുകാരൻ എഴുതി വെച്ചിരിക്കുകയാണ്. മോശ, നിന്റെ ദൈവമായ യഹോവ ആ ദേശം നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ നീ അത് കൈവശമാക്കിക്കൊള്ളുക. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, അവകാശങ്ങളെ കൈവശമാക്കുക. പറഞ്ഞാട്ടെ. ഞാൻ ഇന്നധികം നേരം ഞാൻ വചനം സംസാരിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണം, ഈ ഒരു വചനം എൻ്റെ ഹൃദയത്തിൽ കർത്താവ് തന്നതാണ്. ഒറ്റ വാക്കാണ് കർത്താവ് വന്നേക്കുന്നത്, നിങ്ങളുടെ അവകാശങ്ങളെ കൈവശമാക്കുക. അവകാശങ്ങളെ കൈവശമാക്കുക. ഒന്നുകൂടെ ഞാൻ പറയാം, അവകാശങ്ങൾ എന്തൊക്കെയാണോ ബൈബിളിൽ ഇന്ന് മുതൽ പലപ്പോഴും ഞാൻ നിങ്ങളെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പല വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വചനം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം എന്ന് പറയാറുണ്ട്. പക്ഷേ ഇനി മുതൽ ഞാനത് പ്രോത്സാഹിപ്പിക്കത്തില്ല. നിങ്ങൾ കണ്ടെത്തണം, നിങ്ങൾ ബൈബിൾ വായിക്കണം. ബൈബിൾ വായിച്ചിട്ട് നിങ്ങളുടെ മേൽ, അപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്നാ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ബൈബിളുമായിട്ടൊരു ബന്ധമില്ല. ബൈബിളുമായിട്ടൊരു ബന്ധം വേണമെങ്കിൽ എന്നെപ്പറ്റി ദൈവം വെച്ചിരിക്കുന്നു. ഇവിടെ നിങ്ങൾ നോക്കിക്കോണം, ഇവിടെ മോശ എഴുതുന്ന സമയത്ത് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഇത് മോശ എഴുതപ്പെട്ടെന്ന് പറയുന്നു. ഇവിടെ എഴുതുന്ന സമയത്ത് പറയുകയാണ്, നിന്റെ പിതാക്കന്മാരോട്, ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിങ്ങളുടെ പിതാക്കന്മാരുടെ യഹോവ അരുളി ചെയ്ത പോലെ. എൻ്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു, ഞാൻ നിനക്ക് അവകാശമായ ഒരു ദേശം തരാൻ പോവാണ്. ഇനി അവകാശമാക്കി ഒരു കനാൻ ദേശം തരുമെന്ന് ദൈവം പറയുമ്പോൾ അത് കൈവശമാക്കുക എന്നുള്ളത് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തിൻ്റെ ആവശ്യമാണ്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ കൈവശമാക്കുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാന്ന് പറ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവകാശമാക്കുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു വചനം കാണുന്നു, നിങ്ങളൊരു ബൈബിളിൽ ഒരു വാക്യം കാണുന്നു. വചനം കാണുന്ന സമയത്ത് അതിൻ്റെ അകത്ത് നിങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതുമായിക്കോട്ടെ, ഞാൻ എപ്പോഴും ഉദാഹരണങ്ങൾ പറയുമ്പോൾ കടഭാരവും രോഗമൊക്കെ പറയാറുണ്ട്. പല വിഷയങ്ങളാണ് പലർക്കും ഉള്ളത്. നിങ്ങളൊരു വചനം കണ്ടു, ആ വചനം നിങ്ങൾ 10 പ്രാവശ്യം വായിച്ചത് കൊണ്ടോ
10 പ്രാവശ്യം നിങ്ങൾ ആ വചനം നോക്കിയത് കൊണ്ടോ നിങ്ങൾക്ക് അത് അവകാശമാക്കുകയില്ല. അവകാശമാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിടിച്ചെടുക്കുക എന്നൊരർത്ഥം കൂടിയുണ്ട്. പിടിച്ചെടുക്കുക. എങ്ങനെയാണത് പിടിച്ചെടുക്കുന്നത്? എല്ലാവരുടെ കൈവശം ബൈബിളുണ്ട്, പക്ഷെ എല്ലാവർക്കും എന്ത് ചെയ്യുന്നില്ല, ഈ അനുഗ്രഹങ്ങളെ കാണാൻ കഴിയുന്നില്ല. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ബൈബിൾ ഉണ്ടല്ലേ? ബൈബിൾ ഇല്ലാത്ത ഒരു വ്യക്തി പോലും ഇല്ല. നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ബൈബിളുണ്ട്. പക്ഷെ നമ്മുടെ എല്ലാവരുടെ കൈകളിലും ബൈബിളിലുള്ള വചനങ്ങളെ എത്ര പേര് അവകാശമാക്കി എടുക്കുന്നുണ്ട്? ആമേൻ. അവകാശമാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ എഴുതപ്പെട്ടിരിക്കുന്നതിനെ സ്വന്തമാക്കി എടുക്കുക. ഞാൻ പലപ്പോഴും ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു കടയിൽ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നിങ്ങളിപ്പോൾ ഒരു കടയിൽ ചെന്നിട്ട് നിങ്ങളവിടെ ചെന്ന് ഒരു പാക്കറ്റിൻ്റെ അകത്ത് അരി ഇരിക്കുന്നത് കാണുക, 10 കിലോയുടെ അരി. ആ അരി നിങ്ങൾ കടയിൽ ചെല്ലുന്ന സമയത്ത് ആ അരിയുടെ ഉടമസ്ഥൻ ആരാ? 10 കിലോ അരി കടയിലിരിക്കുമ്പോൾ കടയുടെ ഉടമസ്ഥൻ ആരാ? ആ 10 കിലോ അരിയുടെ ഉടമസ്ഥൻ കടക്കാരനാണ്. ആ കടയിൽ ആരാണോ അതിൻ്റെ ഓണർ, അയാൾ എന്തു ആയിക്കോട്ടെ, അതിൻ്റെ പേര് നമുക്കറിയേണ്ട ആവശ്യമില്ല, അയാളാണ് അതിൻ്റെ ഓണർ. പക്ഷെ ആ 10 കിലോ അരിയുടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഓണർ ആരാ? പൈസ കൊടുത്തയാള്. ഓർത്തോണം, ചില മിനിറ്റുകൾക്ക് മുമ്പ് ആ ഇരിക്കുന്ന 10 കിലോ അരിച്ചാക്കിൻ്റെ ഉടമസ്ഥൻ അതിൻ്റെ ഓണർ അല്ലെങ്കിൽ ആ കടക്കാരനാണെങ്കിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ ചില മിനിറ്റുകൾക്ക് ശേഷം എപ്പോഴാണോ പണം കൊടുത്തു കഴിഞ്ഞത്, എപ്പോഴാണോ വില കൊടുത്തു കഴിഞ്ഞത്, ആ നിമിഷം മുതൽ ഓണർഷിപ്പ് മാറി. മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ ചില മിനിറ്റുകൾ ആ ഉടമസ്ഥതയിൽ ഇരുന്ന വസ്തു ഇപ്പോൾ ആരാണോ വില കൊടുത്തിരിക്കുന്നത് ആ വ്യക്തിക്ക് സ്വന്തമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ, ആ പൈസ കൊടുത്തതിന് ശേഷം ആ ഇരിക്കുന്ന അരിച്ചാക്ക്, 10 കിലോയുടെ അരിച്ചാക്ക് എടുത്തില്ലെങ്കിൽ ആർക്കാ നഷ്ടം? കടക്കാരന് നഷ്ടമാണോ അതോ വില കൊടുത്ത ആൾക്കാണോ? പൈസ കൊടുത്തയാള്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. കൈവശമാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വില കൊടുത്തു മാത്രമല്ല, വില കൊടുത്തതിനെ എടുത്തോണ്ട് പോകണം. മനസ്സിലാകുന്നുണ്ടോ? അയ്യോ ഞാൻ കാശ് കൊടുത്തേക്കുക പക്ഷെ എനിക്കത് കിട്ടിയില്ലെന്ന് പറയുന്നതല്ല, അത് എടുത്തോണ്ട് പോകണം. കടക്കാരൻ തടയോ ഇല്ലയോ? ഇല്ല. പക്ഷെ കടക്കാരൻ തടയാൻ സാധ്യതയുണ്ട്. എപ്പോഴാണെന്നറിയോ? പൈസ കൊടുക്കാതെ എടുക്കുമ്പോ. പൈസ കൊടുക്കാതെ നിങ്ങൾ ആ 10 കിലോയുടെ അരിച്ചാക്ക് എടുക്കാൻ ശ്രമിച്ചാൽ അയാൾ തടയും. പക്ഷെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾ നമുക്ക് എടുത്ത് തരത്തില്ല. ആരെടുത്തോണം അത്? പൈസ കൊടുത്താൽ നമ്മൾ എടുത്തോണം. കടക്കാരൻ അത് നീക്കി നിങ്ങളുടെ മുമ്പിലോട്ട് വെച്ച് തരും അല്ലേ? കടക്കാരൻ അത് ചുമന്നുകൊണ്ട് ഏതെങ്കിലും വീട്ടിൽ കൊണ്ട് തരുന്നിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് ഏതെങ്കിലും കടക്കാരൻ 10 കിലോയുടെ അരിച്ചാക്ക് ചുമന്നുകൊണ്ട് തരുമോ? ഇല്ല. അത് നിങ്ങൾ തന്നെ എന്ത് ചെയ്തോണം? എടുത്തു കൊണ്ടുപോകണം. ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം. കർത്താവ് ഒരു വാഗ്ദത്തം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ബൈബിളിലൂടെ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൈവശമാക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? ആമേൻ. ശ്രദ്ധിച്ചോണം. ഇവിടെ ബൈബിൾ നിങ്ങൾ വചനം ശ്രദ്ധിച്ചു നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞ ഉദാഹരണമായിട്ട് നല്ല ചേർച്ചയുണ്ട്. ഇവിടെ പറഞ്ഞ് ശ്രദ്ധിച്ചോണം. നിന്റെ പിതാക്കന്മാരോട് ദൈവം യഹോവ അരുളി ചെയ്തതുപോലെ നീ ചെന്ന് അത് കൈവശമാക്കുക. അപ്പൊ കൈവശമാക്കേണ്ടത് ആരാ? ദൈവമാണോ നിങ്ങളാണോ? നമ്മളാ. അപ്പൊ നമ്മളോട് ദൈവം പറയുകയാണ്, മോശ മുഖാന്തരം പറയുകയാണ്, ദൈവം അത് വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ അത് എടുത്തുകൊണ്ട് പോകണം. അതിൻ്റെ അർത്ഥം കയ്യിൽ വശമാക്കുക. കൈവശമാക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തത് നേടണം. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു പ്രശ്നമുണ്ട്. ഇവിടെ വചനം പറയുകയാണ്, അധൈര്യപ്പെട്ട് ഭയപ്പെടരുത്, അധൈര്യപ്പെട്ടു പോകരുത്. പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഇമോഷനാണ് ഭയം, അധൈര്യം. ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഭയപ്പെടാറുണ്ട്, നമ്മുടെ ധൈര്യം ചോർന്നു പോകാറുണ്ട്. വചനം അങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്, ഭയപ്പെടരുത്. ഓർത്തോണം, ഞാൻ വീണ്ടും പറയുന്നു, ഒരു കടയിലെ സാധനം, കടയിലിരിക്കുന്ന ഒരു സാധനം, അതിൻ്റെ ഒരു ഓണർ അവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ഭയം ഉണ്ടോ ഇല്ലയോ? പൈസ കൊടുക്കാതെ എടുക്കാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ഇല്ല. പൈസ കൊടുക്കാതെ എടുക്കുവാൻ ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ ഇല്ലയോ? ഇല്ല. ഇനി ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ മുമ്പിൽ ഏതൊക്കെ പ്രതിസന്ധി വന്നാലും ആ അനുഗ്രഹം ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ
നമ്മുടെ മനസ്സിലോട്ട് ഓരോ ചിന്തകൾ വരും. എൻ്റെ കർത്താവ്, എനിക്കിത് ലഭിക്കുമോ? ഞാൻ ഉൾപ്പെടെ പറയുകയാണ്, എനിക്കിത് ലഭിക്കുമോ, എനിക്കിത് ശരിയാവും, എനിക്കിത് കിട്ടുമോ എന്നുള്ള ഭയവും അധൈര്യവും വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യേണ്ട കാര്യം എന്നാണെന്നറിയാവോ? വില കൊടുത്തു. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, യേശു വില കൊടുത്തു. പറ, യേശു വില കൊടുത്തു. വില ആമേൻ. കൊടുത്തു. ഞാൻ ഈ ഒരു പഴയ നിയമത്തിൽ ഈ വാക്യം എടുക്കാൻ കാരണം, ഈ പഴയ നിയമത്തിൽ ഈ വാക്യം ഞാൻ എടുക്കാൻ കാരണം രണ്ട് കാര്യമാണ്. ഒന്ന്, ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ് കനാൻ. പക്ഷെ കനാൻ ദേശത്തിൽ ഒത്തിരി തടസ്സങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതല്ലേ, നെബൂസിയർ, ഹിത്യർ, അങ്ങനെ കുറേ ആൾക്കാരും അനാക്യ മല്ലന്മാരും ഒക്കെ അവിടെയുണ്ട്. അവരെ നോക്കിക്കൊണ്ട് പറയാണ്, ഭയപ്പെടരുത്, അധൈര്യപ്പെടരുത്. അതിൻ്റെ കാരണം, അത്രയും ആൾക്കാർ അവിടെ ഉണ്ടെങ്കിലും, മല്ലന്മാർ അവിടെ ഉണ്ടെങ്കിലും, പ്രശ്നക്കാർ അവിടെ ഉണ്ടെങ്കിലും, ഒരു കാര്യം ഉറപ്പിച്ചോണം, ദൈവം അത് നിങ്ങൾക്ക് തരുവാൻ വേണ്ടി ഒരുക്കി വെച്ചിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? എന്നൂടെ ഞാൻ കയറി പറഞ്ഞാൽ, ദൈവം അത് വില കൊടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നിങ്ങളാണ് എന്ത് ചെയ്തോണം? വില കൊടുത്തതിനെ നിങ്ങൾ എന്ത് ചെയ്തു? കടക്കാരൻ പറയുക, നിങ്ങളിപ്പോൾ കാശ് കൊടുത്തു, നിങ്ങൾ 10,000-2000 രൂപ അല്ലെങ്കിൽ 1000 രൂപ കൊടുത്തിട്ട് വലിയൊരു അരിച്ചാക്ക് മേടിച്ച് വെച്ചിരിക്കുക. അതെടുക്കാൻ ചെല്ലുമ്പോൾ കടക്കാരൻ പറയുക, തൊട്ട് പോകരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാ പറയും? ഞാൻ അതിന്റെ അവകാശം തൊട്ട് പോകരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും, എന്നാ പറയും? വില കൊടുത്തതാണ്. ഇത് ഞാൻ ഇങ്ങനൊരു വാക്ക് പറഞ്ഞോളാം, ഇത് വില കൊടുത്തത് ഞാനാണെങ്കിൽ ഇത് ഇവിടുന്ന് കൊണ്ടുപോകാനും എനിക്ക് കേട്ടോണം. വില കൊടുത്തത് ഞാനാണെങ്കിൽ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും. ആരെങ്കിലും കടക്കാരൻ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും കരഞ്ഞോണ്ട് പോവോ നിങ്ങൾ? അയാൾ എന്നാ ഒരു മനുഷ്യനാ? ഇല്ല. കാരണം എന്നാന്ന് വെച്ചാൽ, നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊടുത്ത് അത് മേടിച്ചെങ്കിൽ, യേശു കാൽവരി ക്രൂശിൽ കഷ്ടപ്പെട്ട് നേടിയതാണ് ബൈബിളിലെ സകല നന്മകളും. ഇനി ഞാനുമായിട്ട് എന്താ ബന്ധം? ഞാനുമായിട്ട് എന്താണ് ഇതിൻ്റെ ബന്ധമെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ഉദാഹരണമായിട്ട് നമ്മൾ എപ്പോഴും എടുക്കുന്ന രോഗസൗഖ്യം തന്നെ എടുക്കാം. യെശയ്യാവ് 53 പറയുന്നു, സാക്ഷാൽ, ഇതൊരു ഉദാഹരണമാണ്. എല്ലാം നമുക്ക് എന്തൊക്കെ അവകാശമുണ്ടോ മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഈ രോഗസൗഖ്യം മാത്രം എടുക്കുന്നത്. ശ്രദ്ധിച്ചോണം. ആ വാക്യം മാത്രം ഒന്ന് വായിക്കാവോ? സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. മതി. സാക്ഷാൽ എന്ത് ചെയ്തു? സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങൾ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നമ്മൾ എപ്പോഴും പറയുന്ന വാചനം അല്ലേ? ഇനി ശ്രദ്ധിച്ചോണം, ഇത് യേശു കൊടുത്ത വിലയാണോ അല്ലയോ? ഉറപ്പിച്ചു പറ. യേശുവിന് വേണ്ടി കൊടുത്താണോ നിങ്ങൾക്ക് വേണ്ടിയാണോ കൊടുത്തേക്കുന്നത്? ആർക്ക് വേണ്ടിയാ? യേശുവിന്റെ വേണ്ടിയാണോ? ആർക്ക് വേണ്ടി? ഉറക്കപ്പെടാം. ഞങ്ങൾക്ക് വേണ്ടി. ഉറക്കപ്പെടാം, ഒന്നുകൂടെ പറ. ആർക്ക് വേണ്ടി? ഞങ്ങൾക്ക് വേണ്ടി. ഈ വചനം ശ്രദ്ധിച്ചോണം. സാക്ഷാൽ യേശുവിന്റെ രോഗത്തിന് വേണ്ടി വില കൊടുത്തു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. യേശു നമ്മുടെ, എൻ്റെ കൂടെ പറ, എൻ്റെ എന്ന് പറ, എന്റെ രോഗങ്ങൾക്കായി വില കൊടുത്തു. ഇനി ശ്രദ്ധിച്ചോണം. സാക്ഷാൽ യേശു എൻ്റെ രോഗത്തിന് വേണ്ടി വില കൊടുത്തു. ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തോട് സംസാരിക്കുന്ന പോലെ തന്നെ ഈ കർത്താവ് വില കൊടുത്ത് വെച്ചിരിക്കുക. ഇനി ആരിത് അവകാശമാക്കണം? ഞാനിത് അവകാശമാക്കണം. നിങ്ങൾ ഇത് അവകാശമാക്കണം. ഇനി എങ്ങനെയാണ് നാം കൈവശമാക്കുന്നത്? ശ്രദ്ധിച്ചോണം, എങ്ങനെയാണ് കൈവശമാക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇവിടെയാണ് ദൈവവചനവും ലോകവും തമ്മിലുള്ള വ്യത്യാസം. ലോകത്തിൽ നമ്മളൊരു സാധനം വാങ്ങണമെങ്കിൽ നമ്മൾ കയ്യിലുള്ള പൈസ കൊടുത്ത് കടയിൽ ചെന്ന് അത് കൊടുത്തതിന് ശേഷം ഒരു ബില്ല് നമുക്ക് തരും, അത് മേടിച്ചുകൊണ്ട് നമ്മൾ വീട്ടിലോട്ട് വരണം. എന്നാൽ ബൈബിളിൽ എന്ത് ചെയ്യും? ബൈബിളിലാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ കാശില്ല, നമ്മുടെ ഒന്നുമില്ല കൊടുക്കാൻ. പക്ഷെ ബൈബിളിൽ ഇരിക്കുന്ന ഈ ഒരു അവകാശം നിങ്ങൾ എടുക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ആ വഴി മറ്റൊന്നുമല്ല, നിങ്ങൾ പറയണം, കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി വില കൊടുത്തത് കൊണ്ട് എൻ്റെ രോഗം മാറിയേ പറ്റത്തുള്ളൂ. നാം രോഗത്തോട് പറയണം. അല്ലെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ പോയി പറയാൻ പറ്റും, കർത്താവേ, എനിക്കിവിടെ രോഗം മാറിയേ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ മനസ്സിൻ്റെ അകത്തൊരു ഭയം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ പഴയ നിയമത്തിലെ വാക്യം വായിക്കുമ്പോഴുണ്ടാകുന്ന
അതേ ഒരു മനോഭാവം നമ്മുടെ അകത്തോട്ട് വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചോണം, ഭയപ്പെടരുത്. ഭയം, അധൈര്യപ്പെട്ടു പോകരുത്. അപ്പോൾ ഭയവും അധൈര്യവും വരുമ്പം അവിടെ നമ്മളെ ധൈര്യപ്പെടുത്തുന്നത് എന്നാന്ന് വെച്ചാൽ നിങ്ങളോട് പറയണം, നിങ്ങൾ പുറത്തോട്ടും പറയണം, യേശു വില കൊടുത്തത് കൊണ്ട് എൻ്റെ രോഗം മാറിയേ പറ്റത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? യേശു എനിക്ക് വേണ്ടി വില കൊടുത്തത് കൊണ്ട് എൻ്റെ രോഗത്തിൻ്റെ മേൽ, ഇനി എൻ്റെ അവയവത്തിനാ കുഴപ്പമെങ്കിൽ, എൻ്റെ ആന്തരിക അവയവത്തിനാ കുഴപ്പമെങ്കിൽ പുതിയത് അവിടെ ഉണ്ടായി വന്നേ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയുള്ള വിലയും കൂടെ ആര് കൊടുത്തിട്ടുണ്ട്? യേശു കൊടുത്തിട്ടുണ്ട്. യേശു കൊടുത്തിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ യേശു കൊടുത്ത വിലയാണ് എൻ്റെ ബലം. ഒന്നുകൂടെ ഞാൻ പറയാം, യേശു കൊടുത്ത വില എൻ്റെ ബലം. നമ്മൾ പറയത്തില്ലേ, എനിക്ക് സമാധാനമില്ല കർത്താവ്, എനിക്ക് സമാധാനം വന്നേ പറ്റത്തുള്ളൂ. നമ്മൾ ദൈവസന്നിധിയിൽ എന്തിനാണ് ദൈവത്തോട് ഇങ്ങനെ പറയുന്നത്? ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ബ്രദറെ ദൈവത്തോട് എന്തിനാ ഈ വാശി പിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ നിങ്ങൾ വചനം വായിക്കുന്ന സമയത്ത് ഈ ഇസ്രായേൽ മക്കൾക്ക് ഒരു പ്രത്യേകത ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഇസ്രായേൽ മക്കൾ മൊത്തം എന്ത് കാര്യം വന്നാലും അവർ ദൈവത്തോടാണ് പറയുന്നത്. ആമേൻ. നിങ്ങൾക്ക് പഴയ നിയമം വായിക്കുന്ന സമയത്ത് യാക്കോബിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. യാക്കോബ് പറയുന്നൊരു വാക്കാണ്, യാക്കോബ് തൻ്റെ സഹോദരൻ തന്നെ കൊല്ലേണ്ടതിന് വഴി മധ്യേ നിൽക്കുക. തൻ്റെ ഭാര്യമാരെയും മക്കളെയും ചാർച്ചക്കാരെയും തൻ്റെ ഭൃത്യന്മാരെ എല്ലാം കൂട്ടിക്കൊണ്ട്, ചാർച്ചക്കാരെല്ലാം തൻ്റെ ഭൃത്യന്മാരെല്ലാം കൂട്ടിക്കൊണ്ട് പോകുന്ന വഴി ഒരു ദൂതൻ വന്നിട്ട് പറഞ്ഞു, നിന്റെ സഹോദരൻ വഴിമധ്യേ വന്നിട്ടുണ്ട്. ഉടനെ യാക്കോബ് ഓടിപ്പോയിട്ട് അവിടെ പോയൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഇങ്ങനെ, കർത്താവേ, നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വാക്കുണ്ട്, ഏതാ വാക്ക് ഓർമ്മയുണ്ടോ? വട്ടം പിടിച്ചിട്ട് പറഞ്ഞ എന്താണ് പറഞ്ഞത്? എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ വിടുകയില്ല. എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ എന്ത് ചെയ്യത്തില്ല, വിടത്തില്ല. അപ്പൊ ഇത് ഞാൻ ചോദിച്ചോട്ടെ, ഇത് യാക്കോബ് പറഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, യഹോവയായ ദൈവം എന്തുകൊണ്ടാണ് യാക്കോബിൻ്റെ ഒരു തൊഴിക്ക് അവിടെ തെറിപ്പിക്കാഞ്ഞത്? ഒറ്റ തൊഴിക്ക് യോർദാന് കടലിൽ പോയി കിടക്കേണ്ട ആളാ, അല്ലെങ്കിൽ ഒറ്റ തൊഴിക്ക് അദ്ദേഹം പോയി ഈജിപ്തിലോ എവിടെയെങ്കിലും പോയി കിടക്കേണ്ട ആളാ. പക്ഷെ ദൈവം എന്നെ തൊഴിക്കാത്തെന്നറിയാവോ? ദൈവം വാക്ക് കൊടുത്തിട്ടുണ്ട്. ദൈവം വാക്ക് കൊടുത്തിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? യാക്കോബിനറിയാം ദൈവം വാക്ക്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ പേര് വലുതാക്കും, നിന്റെ തലമുറകളെ ഞാൻ അനുഗ്രഹിക്കും. ഇത് കിടക്കുന്നിടത്തോളം കാലം ദൈവത്തിന് യാക്കോബിനെ തള്ളിക്കളയാൻ കഴിയത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇത് യാക്കോബിനും അറിയാം. എങ്ങനെ യാക്കോബിന് മനസ്സിലായെന്നറിയാം? യാക്കോബിന്റെ പിതാക്കന്മാരിലൂടെ യാക്കോബ് പഠിച്ചു. യാക്കോബ് തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ തൻ്റെ പിതാവ് ഉൾപ്പെടെ, തൻ്റെ പിതാക്കന്മാരുൾപ്പെടെ നിലനിൽക്കുന്നത് മുഴുവൻ ദൈവത്തിൻ്റെ വാഗ്ദത്ത പ്രകാരമാണ്. ആമേൻ. തൻ്റെ യാക്കോബിന്റെ പിതാവിന്റെ പേര് ആർക്കെങ്കിലും അറിയാവോ? ഇസഹാക്കിന്റെ പിതാവിന്റെ പേര് ആർക്കെങ്കിലും അറിയാവോ? മനസ്സിലായോ? അപ്പൊ ഇസഹാക്ക് എങ്ങനെ ഉണ്ടായത്? പറ, ഇസഹാക്ക് എങ്ങനെ ഉണ്ടായത്? വാഗ്ദത്ത പ്രകാരം ഉണ്ടായ സന്തതിയാണ്. അതായത് അബ്രഹാം എന്ന് പറയുന്ന പിതാവിന് ദൈവത്തിന്റെ വാഗ്ദാനം, വാക്കുമാറാത്ത ദൈവം വാക്കു മാറത്തില്ല എന്നതിന്റെ തെളിവ് എന്നാന്ന് വെച്ചാൽ യാക്കോബ് പറയും, എൻ്റെ അപ്പനാ. ദൈവം വാക്ക് മാറുമോ? ഒരു സംശയം പിശാച് കൊണ്ടിടും. ദൈവം ചെയ്യുമോ? ഒരു സംശയം പെട്ടെന്ന് യാക്കോബിന്റെ മനസ്സിലേക്ക് ഇടുക. ഇവിടെ യാക്കോബെ, കർത്താവ് നിന്നെ തള്ളിക്കളയാൻ സാധ്യതയുണ്ട്, ദൈവം ചിലപ്പോൾ വാക്ക് മാറാൻ സാധ്യതയുണ്ടെന്നൊരു സംശയം വന്നാൽ പെട്ടെന്ന് യാക്കോബ് പറയും, ഇല്ല, എൻ്റെ അപ്പൻ തന്നെ വലിയൊരു സാക്ഷ്യമാണ്. അതന്നെ അങ്ങനെ പറയാൻ കാരണം, 100 വയസ്സുള്ള ഗർഭപാത്രം നിർജീവമായി പോയ സ്ത്രീകൾക്കുള്ള പതിവ് നിന്നുപോയ, ഒരിക്കലും കുഞ്ഞുണ്ടാകത്തില്ലെന്ന് പറഞ്ഞ എൻ്റെ വല്യമ്മയുടെ ഉദരത്തിൽ നിന്നും വാക്കുമാറാത്ത ദൈവം വാക്കു പറഞ്ഞതുപോലെ ഒരു ഇസഹാക്ക് എന്ന് പറയുന്ന എൻ്റെ പിതാവിനെ തന്നെങ്കിൽ, എന്നെ കൊല്ലാൻ നിൽക്കുന്ന എൻ്റെ സഹോദരൻ്റെ സൈന്യത്തിൻ്റെ മുമ്പിൽ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ദൈവമേ ഞാൻ നിന്നെ വിടത്തില്ലെന്ന് എനിക്കറിയാം. ഇപ്പം മനസ്സിലായോ? നമ്മൾക്ക് വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾക്ക് ഉറപ്പെന്നാന്ന് ചോദിച്ചാൽ ദൈവം തന്നെ ഉറപ്പ്. ആമേൻ. ദൈവമാണ് എൻ്റെ ഉറപ്പ്. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ദൈവമാണ് എൻ്റെ ഉറപ്പെന്ന് പറ. ആമേൻ. ദൈവമാണ് എൻ്റെ ഉറപ്പ്. ദൈവമാണ് എൻ്റെ ഉറപ്പ്. നമുക്ക് വേറെ ഒരു ചാൻസും ഇല്ല.
ഭൂമിയിൽ നിങ്ങൾ എവിടെ, ലോകത്തിൽ എവിടെ പോയി അന്വേഷിച്ചാൽ, അമേരിക്കയിലോ ലണ്ടനിലോ ബ്രിട്ടനിലോ നിങ്ങൾ ബ്രസീലിലോ എവിടെ പോയി അന്വേഷിച്ചാലും കർത്താവ് ആ കാര്യം ചെയ്തു തരുമോ എന്ന് ചോദിച്ചാൽ, ലോകത്തിൽ നിങ്ങൾ എവിടെ ചെന്ന് ചോദിച്ചാലും ആൾക്കാർ പറയും ഞങ്ങൾക്കറിയത്തില്ല. ദൈവം പറഞ്ഞ വാക്കില് ലോകത്തിൽ എങ്ങും ഉറപ്പില്ല. ദൈവം പറഞ്ഞ വാക്കിന് ഒറ്റ ഉറപ്പ് ദൈവം തന്നെയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഞാൻ വാക്ക് മാറാത്തവൻ. മനസ്സിലായോ? ലോകത്തിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി ദൈവം വാക്ക് മാറുമോ എന്ന് വെച്ചാൽ ഗൂഗിൾ പറയും എനിക്കറിയത്തില്ല. ലോകത്തിലുള്ള നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് വഴി തടഞ്ഞ ആൾക്കാരെല്ലാം ചോദിച്ചാൽ ദൈവം വാക്കും അവർ പറയും ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ബൈബിളിൽ തപ്പിയാൽ ദൈവം നമ്മോട് പറയുന്നു ഞാൻ വാക്ക് മാറത്തില്ല. ലോകത്തിൽ ആരൊക്കെ ഞാൻ വാക്ക് മാറുമെന്ന് പറഞ്ഞാലും ദൈവം പറയും ഞാൻ എൻ്റെ വാക്ക് മാറ്റത്തില്ല. ഇതറിയാം യാക്കോബിന്. ഇതറിയാവുന്നത് കൊണ്ടാണ് യാക്കോബ് പറഞ്ഞ കർത്താവേ എന്നെ അനുഗ്രഹിച്ചിട്ടല്ല. അതിൻ്റെ അർത്ഥം ഇവിടുന്ന് ഞാൻ പോകുന്നുണ്ടെങ്കിൽ ഈ അനുഗ്രഹവുമായിട്ടേ പോകത്തുള്ളൂ. ഇനി ഞാൻ ശ്രദ്ധിച്ചോണം, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വലിയ അനുഗ്രഹം എന്നാന്ന് വെച്ചാൽ ക്രിസ്തുവാണ് ഏറ്റവും വലിയ നമുക്ക് ഒരു പ്രോമിസ്. എൻ്റെ കൂടെ പറഞ്ഞിട്ട് യേശു വില കൊടുത്തെന്ന് പറ. യേശു വില കൊടുത്തു. ആമേൻ. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പം, ഈ ദിവസങ്ങളിൽ നിങ്ങൾ രോഗത്തിന് വേണ്ടിയോ ഏതെങ്കിലും പ്രതിസന്ധിക്ക് വേണ്ടിയോ വായിക്കുന്ന സമയത്ത് ആ വചനം തുറന്ന് ഇങ്ങനെ തത്ത പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. ആ വചനം കൈവച്ചിട്ട് പറ കർത്താവേ ഇതെൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടേ പറ്റത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഇതെൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടേ പറ്റത്തുള്ളൂ. അതെന്നാ സഹോദരി അങ്ങനെ ഇത്ര തറപ്പിച്ചു പറയാൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ യേശു വില കൊടുത്തു. അത് യേശു വില കൊടുത്തോട്ടെ, ഞാനുമായിട്ട് എൻ്റെ ബന്ധം, എൻ്റെ ഡ്യൂട്ടി അത് കൈവശമാക്കുക എന്നുള്ളത്. മനസ്സിലായോ? നിങ്ങളുടെ ഡ്യൂട്ടി അത് കൈവശമാക്കുക എന്നുള്ളത്. ദൈവം പറയും ഞാൻ റെഡിയാ നിനക്ക് സൗഖ്യമാക്കാതെ, ഞാൻ തന്നിട്ടുണ്ട്, എടുത്തോണ്ട് പോക്കൂ. ഞാൻ അവിടെ നിന്നുകൊണ്ട് പറയുക കർത്താവേ എന്നെ സൗഖ്യമാക്കണേ. തമ്പുരാൻ പറയും എടുത്തോണ്ട് പോ. അവിടെ ചെന്നിട്ട് പറ കർത്താവ് എനിക്ക് അത്ഭുതം ഉണ്ടായേ പറ്റത്തുള്ളൂ. ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ശ്രദ്ധിച്ചോണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കർത്താവും വചനവുമായിട്ടൊരു ബന്ധം വേണം എപ്പോഴും. കരഞ്ഞുകൊണ്ടിരിക്കാൻ എല്ലാവരെ കൊണ്ട് പറ്റും, എനിക്ക് നിങ്ങൾക്കും എല്ലാം പറ്റും. നമ്മൾ പലപ്പോഴും അങ്ങനെയല്ല. അധൈര്യപ്പെട്ടു പോകാൻ എല്ലാവർക്കും പറ്റും. ഭയപ്പെട്ടു പോകാൻ. നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ കടയിൽ ചെന്നത്, ഉദാഹരണമായിട്ട് കടയിൽ ചെന്നിട്ട് നിങ്ങൾ പൈസ കൊടുക്കാതെ നിങ്ങളെ കടക്കാരൻ്റെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു സാധനം എടുത്തോണ്ട് ഓടാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി കാശ് കൊടുത്തിട്ട് അത് എടുക്കാതെ വരാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല. ഒരു 500 രൂപയുടെ സാധനം നിങ്ങൾ മേടിച്ചിട്ട് നിങ്ങൾ പറയാം, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അബദ്ധമല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇത് ശ്രദ്ധിച്ചോണം. നിങ്ങൾ 500 രൂപയുടെ ഒരു സാധനം മേടിച്ചു, 500 രൂപയുടെ സാധനം മേടിച്ചു, പുള്ളി അത് പാക്ക് ചെയ്ത് ബില്ല് വിട്ട് കൂട് വിട്ട് അതിൻ്റെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ പറയാ ഓ എനിക്കത് പാടാ എന്ന് പറഞ്ഞ് തിരിച്ചു പോകുക ആരെങ്കിലും? ഇല്ല. അയ്യോ നമ്മളത് മറന്നു പോയാൽ 500 രൂപയുടെ ഓട്ടോക്കൂലി എടുത്താൽ നമ്മൾ എന്ത് ചെയ്യും? അത് പോയി എടുത്തിരിക്കും. കേൾക്കുന്നില്ലല്ലോ. അത് കർത്താവിൻ്റെ ഈ ഒരു സംഭവം തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു 500 രൂപ കൊടുത്ത് 100 രൂപ കൊടുത്ത് പോട്ടെ 10 രൂപ കൊടുത്ത് മേടിക്കുന്ന ഒരു സാധനം നിങ്ങളത് മറന്നു പോയാലും ഓട്ടോറിക്ഷ പിടിച്ച് തിരിച്ചു പോയി ആ സാധനം എടുത്തുകൊണ്ട് വരുന്ന സ്വഭാവക്കാരാ മനുഷ്യനെങ്കിൽ, ഞാൻ വീണ്ടും പറയുന്നു, യേശു പറയുന്നു നിങ്ങൾക്ക് വേണ്ടി, ഞാൻ രോഗസൗഖ്യം മാത്രമാണ് പറയുന്നത് കേട്ടോ, എല്ലാം അങ്ങനെ തന്നെയാണ്. സാമ്പത്തിക അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ പറയണം ഞാൻ ഞെരുങ്ങി. ഒരാൾക്ക് മാത്രമേ വോളിയം കുറവുള്ളൂ. അല്ല കേൾക്കാം. വോളിയം കുറവുള്ളവരോട് ഞാൻ പറയുന്നത് നിങ്ങൾ ഒന്നുകൂടെ ലെഫ്റ്റ് ചെയ്തിട്ട് വീണ്ടും കറങ്ങാം. കാരണം എല്ലാവർക്കും വോളിയം കുറവില്ലെങ്കിൽ നിങ്ങളുടെ ഫോണിന്റെയോ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം. ഒന്നും കൂടെ മീറ്റിങ്ങിന്റെ പുറത്ത് പോയിട്ട് ഒന്നുകൂടെ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ, ഞാൻ പറയുന്നത് കേട്ടോണം. മീറ്റിങ്ങിന് വോളിയം കുറവുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ഒന്നുകൂടെ ലെഫ്റ്റ് ചെയ്തിട്ട് വീണ്ടും ജോയിൻ ചെയ്യണം. അപ്പോൾ വോളിയം ക്ലിയർ ആവും. എല്ലാവർക്കും വോളിയം കുറവില്ല, ചിലർക്ക് വോളിയം ഉണ്ട്, ചിലർക്ക് വോളിയം ഇല്ലെങ്കിൽ ഇവിടുത്തെ കുഴപ്പമല്ല, നിങ്ങളുടെ ഫോണിൻ്റെയോ അപ്ഡേഷൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും, സൂമിൻ്റെ. അതുകൊണ്ട് ചെക്ക് ചെയ്യുക, വേഗത്തിൽ ചെക്ക് ചെയ്തിട്ട് ലെഫ്റ്റ് ചെയ്തിട്ട് വീണ്ടും കയറുക, ഒന്നുകൂടെ ലെഫ്റ്റ് ചെയ്യുക, പ്രാർത്ഥനയൊന്ന് എൻഡ് ചെയ്യുക, വീണ്ടും ഒന്നുകൂടെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആമേൻ. അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചാണ്, ഈ ദിവസങ്ങളിൽ നമ്മൾ എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും മരുന്ന് കഴിക്കാൻ ഞാൻ പറയാൻ കാരണം, വചനം എന്ന മരുന്ന് കഴിക്കാൻ പറയാൻ കാരണം, ചുമ്മാ മരുന്ന് കഴിക്കരുത്. നിങ്ങൾ ഈ മരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, ഇത് അവകാശമാണ്, ഇതെൻ്റെ അവകാശം. ആ വചനം ശ്രദ്ധിച്ചോണം. നിന്റെ ദൈവമായ യഹോവ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ അരുളി ചെയ്തതുപോലെ നീ അത് കൈവശമാക്കണം.
അപ്പൊ ആരുടെ ഡ്യൂട്ടിയാ അത്? എന്റെ ഡ്യൂട്ടി. ബ്രദറെ, ഞാൻ കുറേ പ്രാർത്ഥിച്ചു ബ്രദർ, അത് കുറേ പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ടങ്ങ് ശരിയാകുന്നില്ല. കർത്താവ്, എനിക്കത് ഉണ്ടായേ പറ്റത്തുള്ളൂ. യേശു ഭൂമിയിൽ വന്നെന്നും യേശു എനിക്ക് വേണ്ടി പാപം സംബന്ധമായി മരിച്ചുവെന്നും യേശു ഉയർത്തെഴുന്നേറ്റുവെന്നും യേശു ഇന്നും ജീവിക്കുന്നുവെന്ന് ആരൊക്കെ വിശ്വസിക്കുന്നുണ്ട്? ആമേൻ, സ്തോത്രം. അങ്ങനെയെങ്കിൽ വിശ്വസിക്കുന്നതോടെ ഞാൻ പറഞ്ഞു, ഇത്രയും മാത്രം വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് മാത്രം മതി, സകല നന്മകളും നിങ്ങളുടെ മുമ്പിൽ കൈവശമായി വന്നിരിക്കും. പലപ്പോഴും നമ്മൾ ചിന്തിച്ചേക്കുന്നത് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും, എപ്പോഴേലും നമുക്കൊരു അനുഗ്രഹം ഉണ്ടാവും, എന്തെങ്കിലും നമ്മുടെ സ്ഥിതി മാറും. ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. കടക്കാരൻ്റെ കൊണ്ട് കാശ് കൊടുത്തിട്ട് കടയിൽ സാധനം വെച്ചിട്ട് നമ്മൾ വീട്ടിൽ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കടക്കാരൻ എന്തെങ്കിലും കൊണ്ട് തരുമായിരിക്കും. കടക്കാരന് വേറെ പണിയുണ്ട് കേട്ടോ. കടയിൽ ആൾക്കാർ പിന്നെയും നൂറുകണക്കിന് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. കടക്കാരന് ആ തിരക്ക് കിട്ടേച്ച് നിങ്ങളുടെ സാധനം കൊണ്ട് തരാൻ സമയമില്ല. നിങ്ങൾ തന്നെ എന്ത് ചെയ്തോണം? അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നീ ചെന്ന്, നിങ്ങൾ ആ വചനം ഞാൻ ഒന്നുകൂടെ കാണുന്നുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്, ശ്രദ്ധിച്ചോണം. നീ ചെന്ന് എന്ത് ചെയ്തോണം? നീ ചെന്ന് അത് കൈവശമാക്കുക. നിങ്ങൾ എത്ര പേരാ വചനം കാണാൻ പറ്റുന്നുണ്ട്? ക്ലിയർ ആണോ വാക്യം? കാണാൻ നീ പറ്റുന്നു. ചെന്ന്, അവിടെ ശ്രദ്ധിച്ച്, ദൈവം ചെന്ന് കൈവശമാക്കൂ എന്നല്ല പറഞ്ഞേക്കുന്നത്, നീ ചെന്ന്. അതിന്റെ അർത്ഥം ദൈവം തന്നിരിക്കുന്നു. ഇപ്പൊ മനസ്സിലായോ? ഈ തന്നതിനെയാണ് നമുക്ക് കൈവശമാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ ഓണർഷിപ്പിൽ ഇല്ലാത്ത ഒന്നിന് നിങ്ങൾക്ക് കൈവശമാക്കാൻ പറ്റത്തില്ല. വല്ലവരുടെ വീട്ടിൽ കയറി നമുക്ക് താമസിക്കാൻ പറ്റുമോ? പറ്റുമോ? വല്ലവരുടെ വീട്ടിൽ കയറി നമുക്ക് താമസിക്കാൻ പറ്റുമോ? ഇല്ല, ഇല്ല. ഇല്ല, 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 ഇല്ല. കർത്താവ്, എനിക്ക് അത്ഭുതം ഉണ്ടായേ പറ്റത്തുള്ളൂ. കർത്താവ് യേശു, ഇതും കൂടെ കൂട്ടിച്ചേർത്തോണം പറയുമ്പോൾ. അത്ഭുതം വേണം, അത്ഭുതം വേണം, അത്ഭുതം വേണമെന്ന് പറയരുത്. യേശു എനിക്ക് വേണ്ടി വില കൊടുത്തതുകൊണ്ട്, യേശു എനിക്ക് വേണ്ടി വില കൊടുത്തതുകൊണ്ട്, ആ വില കൊടുത്തത് കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് അത്ഭുതം ഉണ്ടായപ്പോൾ ഞാൻ എന്നെ സ്വീകരിക്കുന്നു പറയണം. എൻ്റെ മുമ്പിൽ അത് വേണം, എൻ്റെ ശരീരത്തിൽ അത് വേണം, എൻ്റെ ജീവിതത്തിൽ അത് വേണം, എൻ്റെ കടഭാരത്തിൽ അത് വേണം, എൻ്റെ നിലനിൽപ്പിൽ അത് വേണം, എനിക്ക് സമാധാനം വേണം, എനിക്ക് സന്തോഷം വേണം. യേശു വില കൊടുത്തതുകൊണ്ട്. നിങ്ങളൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് പറഞ്ഞേ, നിങ്ങളുടെ ശരീരത്തിൻ്റെ മേലേക്ക് ആ വില കൊടുത്തതിൻ്റെ റിസൾട്ട് വെളിപ്പെടും. അതുകൊണ്ടാണ് പത്രോസ് ശ്ലീഹ പറയുന്നത്, പൊന്നോ വെള്ളിയോ എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസറേനായ യേശുവിൻ്റെ നാമത്തിൽ എണീറ്റ് നടക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ എണീറ്റ് വന്നു. കാരണം നമ്മൾ പലപ്പോഴും ചിന്തിച്ചേക്കുന്നത്, നമ്മൾ പലപ്പോഴും തടസ്സങ്ങളുടെ പുറകെ പോകും. ഇവിടെ തടസ്സമല്ല വിഷയം. ഇവിടെ തടസ്സമല്ല വിഷയം. ഞാൻ വീണ്ടും പറയുന്നു, ഇവിടെ തടസ്സമല്ല വിഷയം, വില കൊടുത്തോ എന്നുള്ളതാ വിഷയം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, നിന്റെ പിതാക്കന്മാരോട് കൈവശമാക്കി പറഞ്ഞ ദേശത്തെ നീ കൈവശമാക്കി ചെല്ലുക. അവിടെ ദൈവം പറയുന്നില്ലല്ലോ അവിടെ അനാഖ്യമല്ലന്മാരുണ്ടെന്നും അവിടെ ഭയങ്കര വലിയ സംഭവം ഉണ്ടെന്നും നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നും ദൈവം പറയാഞ്ഞതിൻ്റെ കാരണം എന്നാ? ദൈവം അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ലാത്തതുകൊണ്ടാണ്. അല്ലെ കർത്താവ് പറഞ്ഞാനെ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഇവിടെ തിരിച്ചു വന്ന് ഒറ്റുകാരാ പറഞ്ഞത് വലിയ സംഭവമാണ്, അവിടെ ഭയങ്കരമാണ്, ഈ ഭയങ്കരമാണ്. ദൈവം പറയുന്നത് ഇച്ചിരി പാടാ കേട്ടോ. മോശെ ശ്രദ്ധിച്ച്, അഹരോനെ ശ്രദ്ധിച്ച്, ഇച്ചിരി ബുദ്ധിമുട്ടാകട്ടോ, നിങ്ങൾ ഇച്ചിരി കഷ്ടപ്പെടേണ്ടി വരും അത് കിട്ടണമെങ്കിൽ എന്നാണ് ദൈവം പറഞ്ഞേക്കുന്നത്. നീ അവകാശമാക്കിയെടുക്കുക. എൻ്റെ അർത്ഥം, ഞാനാണ് പറയുന്നത്, അധൈര്യപ്പെട്ടു പോകരുത്, ഭയപ്പെടരുത്. ഇത് രണ്ടും വരുമ്പം ഉറപ്പിച്ചോണം ദൈവത്തിൽ നിന്ന്. എൻ്റെ കൂടെ പറഞ്ഞേട്ടെ, ഭയവും അധൈര്യവും ദൈവത്തിൽ നിന്നല്ലെന്ന് പറ. ഭയവും അധൈര്യവും ദൈവത്തിൽ നിന്നല്ല. ഈ ദിവസങ്ങളിൽ ഭയം വരുമ്പം, ഞാൻ ഉൾപ്പെടെ പറയും, ഭയം വരുമ്പോൾ, ധൈര്യം ചോർന്നു പോകുമ്പോൾ ഉറപ്പിച്ചോണം, ഇത് ദൈവം തരുന്നതല്ല. ദൈവം എനിക്ക് തന്നിരിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഈ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. കടയിൽ പൈസ കൊടുത്ത് കടക്കാരൻ ആ പ്ലാസ്റ്റിക് കൂടിൻ്റെ അകത്തോട്ട് സാധനം എടുത്ത് അയാൾ നിങ്ങളുടെ കയ്യിലല്ല തരുന്നത് അല്ലേ, പിന്നെ എവിടെയാണ് വെക്കുന്നത്? എവിടെയാണ് വെക്കുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അയാൾ അതിൻ്റെ നമ്മുടെ മുമ്പിലോട്ട് വെക്കും. ചില കടക്കാരെ കൈ തരത്തുള്ളൂ, ചില കടക്കാർ, മെയിനായിട്ട് എല്ലാ 100% കടക്കാരും അത് മുമ്പിലോട്ട് അങ്ങ് വെക്കും അല്ലേ? മുമ്പിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈ വിറയ്ക്കുമോ എടുക്കാൻ? കാശ് കൊടുത്തു, ബില്ല് അടിച്ചു തന്നു, കടക്കാരനത് പാക്കറ്റിനകത്ത് ആക്കിയിട്ട് മേശപ്പുറത്തോട്ട് വെച്ച് തരും. രണ്ടുപേരും കണ്ണ് നോക്കിയിട്ട്, അയ്യോ ഞാൻ എടുത്താൽ കുഴപ്പമാണോ, അയാളുടെ നോട്ടം കൊണ്ട് പേടിയാവും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമോ?
നമ്മൾ കൂളായിട്ട് എടുത്തുകൊണ്ട് പോകും അല്ലേ? നമുക്ക് പേടിയില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഭയപ്പെടേണ്ട, അധൈര്യപ്പെട്ടു പോകരുത്, നിങ്ങളുടെ അവകാശമാണ്. യേശു എനിക്ക് വേണ്ടി മരിച്ചു, യേശു എനിക്ക് വേണ്ടി ഉയർത്തു, കാൽവരി ക്രൂശ് സത്യമാണെന്ന് വിശ്വാസമുണ്ടെങ്കിൽ, ഉറപ്പുണ്ടെങ്കിൽ, ഒരു ഭയവും, ഭയം വരുമ്പോൾ, ഞാൻ പറയാം ഭയം വരത്തില്ലെന്നല്ല പറയുന്നത്, ഭയം വരുമ്പോൾ പറയണം വില കൊടുത്തു, യേശു എനിക്ക് വേണ്ടി വില കൊടുത്തു, സമാധാനത്തിനുള്ള വില കൊടുത്തു, സൗഖ്യത്തിനുള്ള വില കൊടുത്തു, അനുഗ്രഹത്തിൻ്റെ സകല വിലയും യേശു കൊടുത്തു. അതുകൊണ്ടാണ് പത്രോസ് ലീഗ പറഞ്ഞത് അനുഗ്രഹം നേടണമെന്നല്ല പറഞ്ഞേക്കുന്നത്, അനുഗ്രഹം അനുഭവിക്കുവാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെ വിളിച്ചിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ പറ, കർത്താവ് എനിക്ക് വഴി തുറന്നേ പറ്റത്തുള്ളൂ. എൻ്റെ കൂടെ പറ, വഴി തുറന്നേ പറ്റത്തുള്ളൂ എന്ന് പറ. എനിക്ക് വഴി വഴി തുറന്നേ തുറന്നേ പറ്റുള്ളൂ. എന്റെ പിതാവ് എനിക്ക് വഴി തുറന്നേ പറ്റുള്ളൂ. ആമേൻ. ചുമ്മാ അത്ഭുതം എന്ന് പറയരുത്. എവിടെയാ അത്ഭുതം വേണ്ടത്? ഞാൻ ചുമ്മാ പറയാം, ചുമ്മാ അത്ഭുതം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അത്ഭുതമാകത്തില്ല. എങ്ങനെ അത്ഭുതം ഉണ്ടാകുന്നത്? ആദ്യം തുറക്കണം വചനത്തിൽ, ബൈബിൾ കണ്ടുപിടിക്കണം. എന്നെപ്പറ്റി, എൻ്റെ ഈ വിഷയത്തെപ്പറ്റി കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കർത്താവെ ഈ വചനം പറയുന്നു, ഇന്ന വിഷയം യേശു വില കൊടുത്തു, അങ്ങനെയെങ്കിൽ ഇതെൻ്റെ ജീവിതത്തിൽ വന്നേ പറ്റത്തുള്ളൂ. ഞാൻ ചോദിച്ചോട്ടെ, വരുവോ ഇല്ലയോ? പറ. വരും. 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 അത്ഭുതം മറക്കുകയല്ല. ആമേൻ. വരും എന്നുള്ളതിൻ്റെ ഉറപ്പ് എന്നാന്ന് ചോദിച്ചാൽ ദൈവമാണ് വചനത്തിൻ്റെ ഉറപ്പ്. ഇത്രയേ ഉള്ളൂ, വേറെ ഒരു ഉറപ്പുമില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് ദൈവം തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു അബ്രഹാമിനോട്. അബ്രഹാമിന് വലിയ സംശയമായിരുന്നു, എനിക്കൊരു കുഞ്ഞുണ്ടാവുമോ, എന്നാ തെളിവ്? നമ്മളാണ് എന്ത് ചെയ്താനെ, നമ്മളിങ്ങനെ പണ്ടൊക്കെ പറയാം, ഇപ്പോഴങ്ങനെ ആരും പറയരുത് കേട്ടോ. നമ്മൾ പറയത്തില്ല അമ്മയാണ് സത്യം, ബൈബിളാണ് സത്യം, അങ്ങനെയൊന്നും പറയരുത്. ഇങ്ങനെയാണ് സത്യം. ദൈവം നോക്കിയിട്ട് അബ്രഹാമിന് ഇത് കൊടുക്കാൻ നോക്കിയിട്ട് ആ വചനം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ആർക്കെങ്കിലും? ഉൽപ്പത്തി പുസ്തകത്തിലാണ്, തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു, തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യാൻ ഇല്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തതൊരു വാക്യമുണ്ട്. എന്ന് റോമർക്ക് എഴുതിയ ലേഖനത്തിലാണ് എനിക്ക് തോന്നുന്നത്. തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് ദൈവം എന്ത് ചെയ്തു? തൻ വാക്ക് മാറത്തില്ലെന്നുള്ളത് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തെന്ന് പറയുന്നുണ്ട് ദൈവം. തന്നേക്കാൾ വലിയവനില്ലാത്തതുകൊണ്ട്. ആമേൻ. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ദൈവം വാക്ക് മാറത്തില്ലെന്ന് പറ. ദൈവം വാക്ക് മാറത്തില്ല. മാറത്തില്ല. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണം, കർത്താവിന്റെ കിട്ടിയോ? വചനം കിട്ടിയോ? തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യാൻ ഇല്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ ദൈവം സത്യം ചെയ്യുന്ന ഒരു വാക്യമുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ. എനിക്കൊന്ന് ഉൽപ്പത്തിലാകുന്ന വാക്യം, തന്നേക്കാൾ വലിയവനെ കൊണ്ട്. ഞാൻ ആ വാക്യം എടുക്കാത്തതുണ്ടോ? അപ്പൊ ദൈവം തന്നെ കൊണ്ട്. എബ്രായർക്ക് 6:13 വരുന്നത്. ഓക്കെ, എബ്രായർ 6:13 അല്ലേ? ഓക്കെ, സോറി, ഞാൻ റോമനാന്ന്. എബ്രായർ 6:13 ആ വാക്യം ഞാൻ എടുത്തിട്ടില്ല. തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് എബ്രായർ 6:13. ഇത് നിങ്ങൾ ഓർത്തോണം. ദൈവമാണ് നമുക്ക് ഓരോ പ്രോമിസുകളും, ഞാനിത് മാത്രമല്ല, ഓരോ വാഗ്ദത്തങ്ങളും ദൈവമാണ് ഇതിൻ്റെ ഉടമസ്ഥൻ. ഞാൻ വാക്യം നിങ്ങളെ ഇപ്പം കാണിച്ചു തരാം. ഓക്കെ, ഈ വാക്യം ശ്രദ്ധിച്ചോണം. കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കും. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്തം പ്രാപിച്ചു. ശ്രദ്ധിച്ചോണം. അപ്പൊ ആരാണ് വചനത്തിന്റെ ഉറപ്പ്? ഇത് ചെയ്തു തരും എന്നതിന്റെ ഉറപ്പാരാ? ദൈവം തന്നെ. ദൈവം തന്നെ. വേറെ ഇല്ല. ഞാൻ പറഞ്ഞത്, നിങ്ങൾ ലോകത്തിൽ എവിടെ ചെന്ന് ചോദിച്ചാൽ ആൾക്കാർ പറയും വേറെ പണിയൊന്നുമില്ല എന്ന് വയ്ക്കത്തുള്ളൂ. അവർ പറയും പ്രാർത്ഥനയും കാര്യങ്ങളും നടന്നാൽ മതി, വല്ല കാര്യങ്ങൾ നടക്കണ്ടേ. ബൈബിള് പറയുന്നു, ഈ പറഞ്ഞ വാക്ക് പാലിക്കുവാൻ. നമ്മൾ പറയത്തില്ല ഞാൻ സത്യം ചെയ്യുവാന്ന് ദൈവം നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. കാര്യം തൻ്റെ വാക്കെന്ന് പറഞ്ഞാൽ താൻ തന്നെയാണ്. ദൈവം എന്ത് ചെയ്തു? ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തപ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് അല്ലെ ഉണ്ടേ സത്യം ചെയ്താനെ. ദൈവത്തെക്കാൾ വലിയവനുണ്ടോ? ഇല്ല. അതുകൊണ്ട് കർത്താവ് എന്ത്? തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. അപ്പം അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ബൈബിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉറപ്പ് ദൈവമാണ്.
അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും, കർത്താവെ അങ്ങ് വാക്ക് മാറ്റത്തില്ല കേട്ടോ, എനിക്കറിയാം. അങ്ങനെയെങ്കിൽ യേശു എനിക്ക് വേണ്ടി വില കൊടുത്തെങ്കിൽ എനിക്കത് സംഭവിച്ചേ പറ്റത്തുള്ളൂ, എൻ്റെ ജീവിതത്തിൽ അത് ഉണ്ടായേ പറ്റത്തുള്ളൂ, എനിക്കത് കാണണം, എനിക്കത് കണ്ടേ പറ്റത്തുള്ളൂ. നമ്മൾ വാശി പിടിക്കുവല്ല, എന്നോട് ദൈവം പറഞ്ഞിരിക്കുകയാണ് നീ കൈവശമാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലെ നമുക്കത് പറയേണ്ട കാര്യമില്ലായിരുന്നു. നമ്മൾ കടക്കാരൻ എന്തെങ്കിലും കൊണ്ട് വീട്ടിൽ തരുമെന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരുന്നാൽ മതിയായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? കടക്കാരൻ കൊണ്ടുവന്നാൽ നല്ലായിരുന്നു, കിട്ടിയിരുന്ന കൊള്ളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കാം എങ്ങനെ മതിയായിരുന്നു? കർത്താവെ എന്നെ അനുഗ്രഹിക്കണം. പക്ഷെ ഇവിടെ എന്നോട് പറയുകയാണ് നീ അവകാശമാകണം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നിങ്ങൾ പറയണം, എനിക്ക് രോഗസൗഖ്യം ബൈബിളിലുണ്ട്, യേശു വില കൊടുത്തു. അത് മറ്റെന്തു വക ഏത് വിഷയം അങ്ങനെ യേശു വില കണ്ടുപിടിക്കണം. ഇനി മുതൽ ഞാൻ അയച്ചു തരത്തില്ല, ബൈബിൾ വായിക്കണം, എന്നിട്ട് പറയണം, കർത്താവെ ഞാൻ കണ്ടുപിടിച്ചു. എൻ്റെ കൂടെ പറഞ്ഞാൽ ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറ. ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചു. എൻ്റെ അവകാശത്തെ ഞങ്ങൾ സ്വന്തം ശരീരത്തോട് കൈവച്ചിട്ട് പറ, പുതിയ അവയവങ്ങൾ ഉണ്ടായി വരാൻ പോവുക. ഓ യേശുവിന്റെ നാമത്തിൽ പുതിയ അനുഗ്രഹങ്ങൾ ഉണ്ടായി വരുന്നു. ഇത് കേൾക്കുന്നവൻ കളിയാക്കുമായിരിക്കും. ഇത് കേൾക്കുന്നവൻ കളിയാക്കും, പറയണം നീയും ദൈവമായിട്ടുള്ള ബന്ധമല്ല, ഞാനും ദൈവമായിട്ടുള്ള ബന്ധം. യേശുവിനെ കർത്താവായി സ്വീകരിച്ച് ഓരോ വ്യക്തിയെ പറ്റി ബൈബിൾ പറയുന്ന വചനം കൂടെ വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറഞ്ഞ മക്കളെങ്കിലോ അവകാശികളാകുന്നു, ദൈവത്തിന്റെ അവകാശിയും, വായിച്ചാട്ടെ, ദൈവത്തിന്റെ അവകാശിയും ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമാകുന്നു. ഇത്രയേ ഉള്ളൂ. നിങ്ങളെ പറ്റിയാ പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നും അവനോട് കൂടെ കഷ്ടമാണ്. ഈ കഷ്ടം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പറ്റിയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സുവിശേഷത്തെ പറ്റിയും ഈ ലോകത്തിൽ സുവിശേഷ നിമിത്തം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ് പൗലോസ് പറഞ്ഞത്. ചിലരെങ്ങനെ ചോദിക്കാം, ബ്രദറെ അവിടെ കഷ്ടം അനുഭവിച്ചെന്നൊരു വാക്കുണ്ടല്ലോ, അതിൻ്റെ അർത്ഥം നമ്മുടെ വിഷയങ്ങളൊന്നും മാറത്തില്ല. ആ വിഷയമല്ല ഇവിടെ പറഞ്ഞു. അങ്ങനെയാണ് ഒരിക്കലും കർത്താവിൻ്റെ തിരുമുറിവിനെ രോഗസൗഖ്യം വന്നെന്ന് ബൈബിളിൽ പറയത്തില്ലായിരുന്നു. കഷ്ടപ്പെടണമെന്നേ പറയത്തുള്ളൂ. രോഗമായിട്ട് കഷ്ടപ്പെടണം, കടവാരമായിട്ട് കഷ്ടപ്പെടണം, സമാധാനമില്ലാതെ കഷ്ടപ്പെടണം. ഇതൊക്കെ ബൈബിളിൽ പറയാത്തതിൻ്റെ കാരണം ഇതെല്ലാത്തിനും വേണ്ടി യേശു വില കൊടുത്തുകൊണ്ട്. ഒന്നുകൂടെ വായിച്ച, ദൈവത്തിന്റെ അവകാശിയും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ഇത്രയേ ഉള്ളൂ. ഇതുകൊണ്ട് ഒന്ന് കൂട്ടി വായിച്ച്, നാം മക്കളെങ്കിലോ അവകാശികളും ഉറപ്പുണ്ടോ? ഞാൻ ദൈവത്തിന്റെ മകനും മകളുമാണെന്ന് ഉറപ്പുണ്ടോ? ഉണ്ട്. എന്ന ധൈര്യത്തോടെ പറ, അപ്പ ഞാൻ അങ്ങയുടെ മകനാ, ഈ മകന് വേണ്ടിയാ വില കൊടുത്തത്, വഴിയെ പോകുന്ന ആർക്കേലും വേണ്ടിയല്ല, മക്കൾക്ക് വേണ്ടിയാ. അപ്പൊ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് എന്നോടല്ലേ? പറ, നിങ്ങൾ പറ, എന്നോടല്ലേ? അതോ വേറെ വല്ലവരോടും ആണോ? അതെ. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ പറ, കർത്താവെ ഞാൻ കണ്ടു, ബൈബിളിൽ കണ്ടു. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് കണ്ടില്ലായിരുന്ന കുഴപ്പമില്ലായിരുന്നു. ഇത് കണ്ടില്ലായിരുന്നു ഞാൻ എൻ്റെ വിഷയമായിട്ട് അവിടെ ഇരുന്നേനെ. ഇത് ബ്രദർ ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ കാണത്തില്ലായിരുന്നു. മനസ്സിലായോ? ഇത് കണ്ടുപോയി, കേട്ടുപോയി. ആമേൻ. അങ്ങനെയെങ്കിൽ എനിക്കിത് വേണം. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ പേരാണ് വിശ്വാസം. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. കർത്താവ് പറഞ്ഞു ഉണ്ട് എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് ഉണ്ടാകും എന്ന് പറഞ്ഞ വിശ്വാസമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാനിങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ചോദിച്ചോട്ടെ, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം കനാൻ അവകാശമാക്കിയോ ഇല്ലയോ? അവകാശമാക്കിയോ ഇല്ലയോ? അവകാശമാക്കി. 100 വയസ്സുള്ള അബ്രഹാമിന് കുഞ്ഞുണ്ടായോ ഇല്ലയോ? ഉണ്ടായി. യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചോ ഇല്ലയോ? അനുഗ്രഹിച്ചു. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇന്നുണ്ടോ ഇല്ലയോ? ഉണ്ട്. എന്നാൽ നിങ്ങൾ ഉറപ്പിച്ചു, ഇന്നേക്ക് 4000 വർഷങ്ങൾക്ക് ഏകദേശം കണക്കാണ് മുമ്പ് പറഞ്ഞ സകല കാര്യങ്ങളും തെളിവായിട്ട് ലോകത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിപ്പുണ്ടെങ്കിൽ ഏറ്റവും വലിയ കാര്യം ഉറപ്പിച്ചോണം, ദൈവം വാക്ക് മാറിയിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? യാക്കോബിനെ നോക്കി ദൈവം ഒരു വാക്ക് പറഞ്ഞു, നീ ആരാണ്? ദൈവത്തോടും മനുഷ്യനോടും മല്ലി പിടിക്കുന്നതുകൊണ്ട് നിന്റെ പേരെന്താണ്? ഇസ്രായേൽ. ഞാൻ ചോദിച്ചോട്ടെ, ഈ പേര് എന്നിട്ടതാ? 5 വർഷം മുമ്പ് ഇട്ടാണോ? 1000 വർഷം. കണ്ടോ? അങ്ങനെയെങ്കിൽ അന്ന് ഇട്ട പേര് ഇന്ന് ഇതേപോലെ ഇസ്രായേലായി തീർന്നെങ്കിൽ ഇത് തന്നെ ഉറപ്പ്. അവൻ വാക്ക് മാറത്തില്ല, ദൈവം വാക്ക് മാറത്തില്ല.
ഈ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു, ഇപ്പം നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ എൻ്റെ ഏതെങ്കിലും കുറവ് കൊണ്ടോ എൻ്റെ ഏതെങ്കിലും ബലഹീനത കൊണ്ടോ ഞാൻ പറയുന്നില്ല. നിങ്ങൾ ദൈവസന്നിധിയിൽ പോയി പറയേണ്ട വാചകങ്ങൾ ശ്രദ്ധിച്ചോണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവ് എനിക്ക് വേണ്ടി വില കൊടുത്തു, ഇതാണ് എൻ്റെ ബലം. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, യേശുവിൻ്റെ വിലയാണ് എൻ്റെ ബലം എന്ന് പറ. യേശുവിന്റെ 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 വിലയാണ് വിലയാണ് എൻ്റെ എൻ്റെ ബലം. ബലം. യേശുവാണ് എൻ്റെ ബലം. യേശുവാണ് എൻ്റെ ബലം. യേശുവാണ് എൻ്റെ ബലം. അല്ലാതെ കർത്താവ് നിങ്ങളെ സ്കാൻ ചെയ്യാനൊന്നും പോകുന്നില്ല. ആഹാ അത്രയ്ക്കായോ, നീ എന്നോട് ചോദിക്കാറായോ എന്ന് ചോദിക്കത്തില്ല. റെസീപ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കത്തുള്ളൂ. കടയിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട്, കടയിൽ ചെന്ന് കഴിയുമ്പോൾ കടക്കാരൻ നിങ്ങളോട് ചോദിക്കുക, ആ സാധനം മറന്നു വെച്ചെന്ന് വിചാരിച്ചു. തിരിച്ചു വരുമ്പോൾ കടക്കാരൻ അവിടെ ഇല്ല, പകരം കടക്കാരൻ്റെ മകൻ അവിടെ കയറിയിരിക്കുക. ആരും ആയിക്കോട്ടെ, കസിൻ കയറിയിരിക്കുക. കടക്കാരൻ ചോദിക്കുക, നിങ്ങളാണ് ഇവിടുന്ന് സാധനം മേടിച്ചതിന് എന്നാ തെളിവെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നാ പറയും? അയ്യോ നിങ്ങൾ നിങ്ങളുടെ മകനെ പറഞ്ഞു വിട്ടു, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിയെ പറഞ്ഞു വിട്ടെന്നിരിക്കട്ടെ. കടക്കാരൻ ചോദിക്കും, നിങ്ങളാണ് ഇവിടുന്ന് സാധനം മേടിച്ചത്, എന്നാ തെളിവ്? നിങ്ങൾ എന്നാ പറയും? ബില്ലുണ്ട്, ബില്ല് കാണിക്കും. ഇത്രയേ ഉള്ളൂ. ദൈവം നിങ്ങളെയല്ല നോക്കുന്നത്, പകരം യേശുവിനെയാണ് നോക്കുന്നത്. പിടികിട്ടുന്നുണ്ടോ? എൻ്റെ കുറവല്ല ദൈവം നോക്കുന്നത്, എൻ്റെ കഴിവല്ല ദൈവം നോക്കുന്നത്, എൻ്റെ പ്രാപ്തിയല്ല ദൈവം നോക്കുന്നത്. പകരം ബൈബിൾ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. പിടികിട്ടിയോ? അതുകൊണ്ടാണ് കർത്താവിനെ വിശ്വസിക്കണം, കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിക്കണം, കർത്താവിനെ അനുഗമിക്കണം എന്നൊക്കെ ബൈബിൾ പറയാൻ കാരണം. ബലം അവിടെയാണ് നിൽക്കുന്നത്. സകല നന്മയും ഉറവിടം ക്രിസ്തുവാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ കൂടെ ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവർ ഇന്ന് അത്ഭുതമാണ്. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ഇന്ന് അത്ഭുതമാണെന്ന് പറ. ഇന്ന് അത്ഭുതമാണ്. ഇന്ന് അത്ഭുതം സംഭവിക്കും. ഇന്ന് സമാധാനമില്ലാത്തവർ ഇന്ന് മുതൽ എൻ്റെ വിഷയത്തിന്റെ മേൽ സമാധാനമാണ്. ഒരു സന്തോഷമില്ലാതെ ഇന്ന് മുതൽ എൻ്റെ വിഷയത്തിന് മേൽ സമാധാനമുണ്ട്. ഇന്നു മുതൽ എനിക്ക് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ. ഇന്നു മുതൽ എനിക്ക് ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ആണ്. ആമേൻ. ഇന്നു മുതൽ, നാളെയല്ല, ഇന്നു മുതൽ എനിക്ക് സമാധാനമുണ്ട്. എല്ലാരും കൈവച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ പറ, ഞാൻ ഈ രോഗം ചുമക്കണോ വേണ്ടയോ? പറ. ഈ രോഗം ഞാൻ ചുമക്കേണ്ടതല്ല. എൻ്റെ രോഗസൗഖ്യത്തിനുള്ള വില യേശു കൊടുത്തത് കൊണ്ട് റെസീപ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. കർത്താവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. റെസീപ്റ്റുമായിട്ടായിരിക്കുന്നത്. ശരീരത്തോട് പറ, സൗഖ്യമായേ പറ്റത്തുള്ളൂ. ശരീരത്തോട് പറ, സൗഖ്യമായേ പറ്റത്തുള്ളൂ. അവയവത്തോട് പറ, പുതിയ അവയവം ഉണ്ടായേ പറ്റത്തുള്ളൂ. കാരണം യേശു വില കൊടുത്തു. രണ്ടാമത്തെ കാര്യം, ദൈവത്തിന് വാക്ക് മാറ്റാൻ പറ്റത്തില്ല. കർത്താവ് പറയാ, യേശു വില കൊടുത്തെന്നുള്ളതൊക്കെ സത്യമാണ്, പക്ഷെ എനിക്കിപ്പോൾ സമയമില്ല, പറയാൻ പറ്റത്തില്ല. അബ്രാം പറയുക, എനിക്ക് പറ്റത്തൊന്നുമില്ല, ദൈവത്തിന് അവിടെ പറ്റത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ദൈവം പറയും, എന്നേക്കാൾ വലിയവനെ കൊണ്ടല്ല, ഞാൻ എന്നെ കൊണ്ടാണ് സത്യം ചെയ്തേക്കുന്നത്. വാക്ക് മാറാത്തവൻ. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദൈവം, ബൈബിൾ ഒരു വാക്യമുണ്ട്, അവന് ഭോഷ്കു പറയുവാൻ കഴിയാത്ത, ദൈവത്തിൻ്റെ ഒരു ബലഹീനത എന്ന് വേണേൽ പറയാം. ദൈവത്തിന് ഭോഷ്കു പറയാൻ കഴിയത്തില്ല. അങ്ങനെ തന്നെ പറഞ്ഞത്, ദൈവത്തിന് ഭോഷ്കു പറയാൻ കഴിയത്തില്ല. നമ്മളോടൊരു കള്ളത്തരം പറയാം, നമ്മൾ 2 സെക്കൻഡ് കള്ളത്തരം പറയും അല്ലേ? എവിടെ പോയെന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാ പറയും, ഓ ഞാൻ അവിടെ വരെ പോയതാ, വീട്ടിൽ ചുമ്മാ ഇരിക്കുമായിരിക്കും. നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും കള്ളം പറയാം അല്ലേ? ഈസി ആയിട്ട് കള്ളം പറയാൻ പറ്റും. പക്ഷെ ദൈവത്തിന് ഭയങ്കര പാടാ, ദൈവത്തെ കൊണ്ട് കഴിയാത്ത കാര്യമാണ്. ലേഖനത്തിൽ പറയുന്നവന് ഭോഷ്കു പറയാൻ കഴിയത്തില്ല, വാക്ക് മാറാൻ കഴിയത്തില്ല. ദൈവം ട്രൈ ചെയ്യുക, പറ്റുന്നില്ല. കാരണം ദൈവം വാക്ക് മാറിയാൽ ദൈവം അല്ലാതായി മാറും. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ഈസി ആയിട്ട് വാക്ക് മാറാം, പക്ഷെ ദൈവം പറയും, എനിക്ക് പറ്റത്തില്ല, ഞാനൊരു വാക്ക് പറഞ്ഞാൽ ഞാനിത് മാറത്തില്ല. അങ്ങനെയെങ്കിൽ വാക്ക് കേട്ടോടെ ഞാൻ പറയുന്നു, കൈവശമാക്കിക്കോ. ദൈവം വാക്ക് മാറാത്തോടത്തോളം കാലം നിങ്ങൾ അവകാശി. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ദൈവം വാക്ക് മാറാത്തോടത്തോളം കാലം ഞാൻ തന്നെ അവകാശി. ദൈവം വാക്ക് മാറാത്തോളം കാലം ഞാൻ തന്നെയാണ് അവകാശി. ഓ നന്ദി കർത്താവേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഇന്ന് ചില ജീവിതത്തിൻ്റെ അകത്ത് ബ്രേക്ക് ത്രൂ ഉണ്ടാവുക. ഇന്ന് ചെക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ശരീരത്തിൽ ഒന്ന് ചെക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. ഇന്നത്തെ ദിവസം അസാധാരണമായ അത്ഭുതം, എത്ര ഭയങ്കര രോഗമായിക്കോട്ടെ, ഇനി നമ്മൾ അങ്ങോട്ട് റിപ്പയറിങ് പരിപാടിയില്ല കേട്ടോ. പുതിയ അവയവങ്ങളാണ് പറയാൻ പോകുന്നത്. ഉണ്ടായി വരുമെന്നേ, പുതിയതുണ്ടായി വരും. മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവത്തെ നാം വിളിക്കുന്നു. റോമാലേഖനം പറയുന്നു. എൻ്റെ കൂടെ പറഞ്ഞ, മരിച്ചവരെ ഉയർപ്പിക്കുകയും
മരിച്ചവരെ ഉയർപ്പിക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ള പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവമാണ് വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന യേശു എന്റെ ക്രിസ്തു. ദൈവം പറ, എന്റെ ദൈവം എനിക്ക് പുതിയ എന്റെ അവയവങ്ങൾ ദൈവം തരും, പുതു എന്റെ ദൈവം വഴികൾ എനിക്ക് തുറക്കും, എന്റെ ദൈവം എനിക്ക് പുതിയ 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 അവയവങ്ങൾ പുതിയ തരും. കാര്യങ്ങൾ എന്റെ പുതിയ ജീവിതത്തിൽ നടക്കും. മനസ്സാക്ഷി പുതിയ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഇന്ന് നടക്കും. ഇന്ന് തന്നെ, ഇപ്പോൾ ഇന്ന് തന്നെ തന്നെ യേശുവിന്റെ ഇപ്പോൾ തന്നെ നാമത്തിൽ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, ഫൈനാൻഷ്യൽ യേശുവിന്റെ ബ്രേക്ക് നാമത്തിൽ എന്ന് പ്രാർത്ഥിച്ച് പരസ്പരം ഒന്ന് അനുഗ്രഹിച്ച്, പരസ്പരം ഒന്ന് അനുഗ്രഹിച്ച്, തമ്മിൽ യാ തമ്മിൽ അനുഗ്രഹിച്ച്, ബാറാ എല്ലാവരും നാ അനുഗ്രഹിച്ച്. ബറേറ്റ ഓ ഈശോയെ. യേശുവിന്റെ ഈ നാമത്തിൽ എല്ലാവരും കൂട്ടായ്മയുള്ള അനുഗ്രഹിച്ച്, എല്ലാവരും പരസ്പരം അവരുടെ ആവശ്യങ്ങളുടെ ഓ ഹാലലൂയ, അനുഗ്രഹിച്ച് യേശുവിന്റെ നാമത്തിൽ, പ്രാർത്ഥിക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു, ബ്ലസ് ചെയ്യുന്നു, ബ്ലസ് ഓരോ ചെയ്യുന്നു. മക്കളെ ഞങ്ങളുടെ ഓ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ, ഓ ഹാലലൂയ, എല്ലാവരും അനുഗ്രഹിച്ച്, പരസ്പരം അനുഗ്രഹിച്ച്, യേശുവിന്റെ നാമത്തിൽ. ഒരു വഴി അടഞ്ഞവന് 7 വഴി തുറക്കും. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഞെരുക്കങ്ങൾ വിശാലം ഒന്ന് കൽപ്പിച്ച് യേശുവിന്റെ നാമത്തിൽ. ബൈബിൾ പറയുന്നു ഞാൻ ദരിദ്രനല്ല, ബൈബിൾ പറയുന്നു ഞാൻ ബഹുസമ്പന്നനാ, ബൈബിൾ പറയുന്നു എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട്, സങ്കീർത്തനക്കാരൻ പറഞ്ഞു നിനക്ക് ദീർഘായുസുണ്ട്. ഞാൻ ദീർഘായുസോടെ ഇരിക്കുന്നത് കട്ടിലേ കിടക്കുവല്ല, ഞാൻ ദീർഘായുസോടെ കിടന്ന് ഉരുണ്ട് രോഗിയായി കറങ്ങത്തില്ല. ദിവ്യ ആരോഗ്യത്തോടെ ഇരുന്ന്, ദീർഘായുസോടെ ഇരുന്ന് ഞാൻ കർത്താവിനെ സ്തുതിക്കും. എൻ്റെ തലമുറകൾ അനുഗ്രഹം ഞാൻ കാണും. എൻ്റെ ദേശത്ത് ഞാൻ സാക്ഷിയാകും, രാജ്യങ്ങളിൽ ഞാൻ സാക്ഷിയാകും. വചനത്തിൽ പറഞ്ഞത് മുഴുവൻ ഞാനാണ് അവകാശി. ഈ സകല സ്വത്തിനും ഞാൻ അവകാശി. ബൈബിളിലെ വചനം എൻ്റെ സ്വത്താണ്, അതിന് ഞാനാണ് അവകാശി. യേശു എനിക്ക് വേണ്ടി വില കൊടുത്ത് മേടിച്ചു. യേശു എനിക്ക് വേണ്ടി വില കൊടുത്തത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗശക്തികൾ വിറച്ചു മാറുകയാണ്, അത്ഭുതങ്ങൾ നടക്കുകയാണ്, സൗഖ്യങ്ങൾ നടക്കുകയാണ്, വിടുതലുകൾ നടക്കുകയാണ്. പുതിയ, ഞാൻ അങ്ങനെ തന്നെ പറയും, ഇൻസ്റ്റന്റ്ലി ക്രിയേറ്റീവ് മിറക്കിൾസ് നടക്കുക. ഇൻസ്റ്റന്റ് മിറക്കിൾ എന്ന് പ്രാർത്ഥിച്ച് 10 ദിവസം കഴിഞ്ഞുള്ള അത്ഭുതമല്ല, ഇൻസ്റ്റന്റ്ലി ക്രിയേറ്റീവ് മിറക്കിൾസ് ഇല്ലാത്തത് ഉണ്ടായി വരാൻ പോകുക. അങ്ങനെ തന്നെ നടക്കാൻ പോവുക. ഈ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്, ഇന്നേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോണം. നാളെ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാലഘട്ടം വന്നാൽ അന്ന് തപ്പിപ്പോകരുത്. ഇപ്പം ബലപ്പെട്ടോണം, ഇന്ന് ബലപ്പെട്ടോണം, ദൈവത്തിൽ ശക്തിപ്പെട്ടോണം. വാക്ക് മാറത്തില്ല, ദൈവം വാക്ക് മാറത്തില്ല. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അത്ഭുതമാക്കിയിരുന്നു. നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 പറ്റില്ലത് ഹോൾഡ് ചെയ്യണേ. കർത്താവ് നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഗ്ദത്തങ്ങളിൽ ദൈവം വിശ്വസ്തൻ. ഈ ദിവസങ്ങളിൽ എത്ര പേര് തീരുമാനിച്ചു? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്. കടയിൽ പോകുമ്പോൾ ഈ ഒരു വചനം, എല്ലാ ദിവസവും കടയിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടോ സാധനം മേടിക്കാൻ വേണ്ടി? ഉണ്ട്. ഇനി മുതൽ കടയിൽ പോകണം. കടയിൽ പോയി ഇനി ഒന്നും സാധനം മേടിക്കാൻ പോയില്ലേ പോലും കടയിൽ പോയി ചുമ്മാ നിന്നോണം. എല്ലാ ദിവസവും പോയിട്ട് കടയിൽ പോയി നിന്നോണം. ഒന്നും മേടിച്ചില്ലേ പോലും കടയിൽ പോയി നോക്കണം. കടക്കാരനോടും കസ്റ്റമറും തമ്മിലുള്ള ഡീലിങ്സ് നോക്കണം. എങ്ങനെയാണ് അവിടുന്ന് വില കൊടുത്ത് സാധനം മേടിച്ചുകൊണ്ട് പോകുന്നത്? വില കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തല ഉയർത്തി അഭിമാനത്തോടെ ആ കവറിൻ്റെ അകത്ത് സാധനം പിടിച്ച് കള്ളനെ പോലെ അല്ല പോകുന്നത്, അല്ലേ? അതുവരെ കടക്കാരന് സ്വന്തമായിരുന്നതിനെ കാശ് കൊടുത്ത് മേടിച്ചു തല ഉയർത്തിക്കൊണ്ട് പോകുന്ന കസ്റ്റമറെ പോലെ. പിടികിട്ടിയോ? ദൈവം വെച്ചിരിക്കുന്ന സകല നന്മകളും എൻ്റെ യേശു എനിക്ക് വേണ്ടി വില കൊടുത്തിട്ട് അത് പിടിച്ചെടുത്തോണം. യേശുവിൻ്റെ നാമത്തിൽ അത് കൈവശമാക്കിക്കോണം. ഇതിൻ്റെ പേരാ വിശ്വാസം. യേശു എനിക്ക് വേണ്ടി സകലതും കാൽവരി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. സകലത്തിലും യേശു വില കൊടുത്തു. അതുകൊണ്ടാണ് യോഹന്നാൻ 19 പറഞ്ഞത് സകലതും നിവൃത്തിയായിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യങ്ങൾ പറയാനുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാൻ വേണ്ടി പോവാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ആരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബ്രദറെ ഉണ്ട്. ഞാൻ ജോസഫ് പറഞ്ഞു. ഞാൻ 2 ദിവസം മുന്നേ ബ്രദറിനെ വിളിച്ചായിരുന്നല്ലോ. വണ്ടിക്ക് ചെറിയൊരു ഞാനൊരു കുഞ്ഞു സാക്ഷിയാണ് പറഞ്ഞത്. ചെറിയൊരു പ്രശ്നം വന്നു, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. വണ്ടി നമുക്ക് ഇവിടെ, ഞാൻ ജോസിലാണല്ലോ, അപ്പൊ ഇവിടെ
നമുക്ക് വണ്ടി ഇല്ലാതെ ഒരു ജീവിതം വലിയ ബുദ്ധിമുട്ടാണ്. ജോലി സ്ഥലത്ത് ജോലിക്ക് പോകുന്നതിനും ഒക്കെ ബാക്കിയുള്ള കാര്യത്തിനൊക്കെ. അപ്പം വണ്ടി ചെറിയൊരു പ്രശ്നം വന്ന് നമുക്ക് കൊടുത്തപ്പോഴാണ് 7 ദിവസം എടുക്കുന്നു. ഞാൻ ഇച്ചിരി ഇങ്ങനെ ദൈവത്തോടൊന്ന് പറഞ്ഞു, 7 ദിവസം എങ്ങനെ ഞാൻ ജോലിക്ക് പോകും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും. അങ്ങനെയാണ് ബ്രദറിനെ വിളിച്ചത്, പ്രാർത്ഥിച്ചത്. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വർക്ക്ഷോപ്പിൽ നിന്ന് വിളിച്ചു, എൻ്റെ വണ്ടി ശരിയായി. തിരിച്ച് എൻ്റെ ജോലി സ്ഥലത്ത് അവർ തന്നെ കൊണ്ടുവന്ന് തരികയും ചെയ്തു. അത് ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇച്ചിരി വിഷമം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് അത് മാറി നമുക്ക് തീർച്ചയായിട്ടും ദൈവം ആ കാര്യം സഹായിച്ചു തരുമെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബില് പരിശുദ്ധാത്മാവിന്റെ വിഷയത്തെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അത് വളരെ പ്രയോജനപ്രദമായിരുന്നു. ആമേൻ. പ്രിയ ബ്രദർ പറഞ്ഞ പോലെ, ജോസഫ് ബ്രദർ പറഞ്ഞ പോലെ കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കും. അദ്ദേഹത്തിന് വാഹനമില്ലാതെ, അദ്ദേഹത്തിൻ്റെ ജോലി അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതില്ലാതെ പറ്റത്തില്ല. റിപ്പയറിങ് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു 7 ദിവസം എടുക്കും. നിങ്ങൾ കേട്ടാണ് സാക്ഷ്യം, 7 ദിവസം എടുക്കും. അദ്ദേഹം ഭാരപ്പെട്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവ് എനിക്ക് വേറെ വഴിയില്ല. 7 ദിവസം എന്നുള്ളത് നമുക്കൊരു മെക്കാനിക്, ഒരു വർക്ക്ഷോപ്പുകാരൻ പറഞ്ഞ വാക്കാണ്. അദ്ദേഹം വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം ഞാൻ കൃപ തന്നു. അതിനുശേഷം 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 7 ദിവസം കഴിഞ്ഞേ ശരിയാകത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും വണ്ടിയും വർക്ക്ഷോപ്പും ഒക്കെ അല്ല, അദ്ദേഹം പറഞ്ഞ വാക്ക് തിരിച്ചു. അദ്ദേഹത്തിൻ്റെ വരുമാന മാർഗ്ഗം അത്. 7 ദിവസം കൊണ്ട് തീരേണ്ടത് 2 മണിക്കൂർ വിളിച്ചു പറയും റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് കിട്ടുവാൻ ഇടയായി തീർന്നു. നമ്മുടെ വിശ്വാസത്തെ, അപ്പം നിങ്ങൾ എന്തെങ്കിലും ബ്രദറെ വണ്ടിയും നമ്മൾ എല്ലായിടത്തും ഉപയോഗിച്ചോണം വിശ്വാസത്തെ. കർത്താവിൻ്റെ നാമത്തിൽ പറയുമ്പോൾ അത് മാറും, മാറിയിരിക്കും, അത്ഭുതം ഉണ്ടായിരിക്കും. കൊടുത്ത ആ സാക്ഷ്യത്തിന് നന്ദി, കൊടുത്ത ആ പറയുവാനുള്ള കർത്താവിൻ്റെ കൃപയ്ക്ക് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. 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 മറ്റാരുമില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയാം. സൗണ്ടുകളെ മ്യൂട്ട് ചെയ്താട്ടെ. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് നമുക്കത് തന്നു കഴിഞ്ഞു, ലഭിച്ചു കഴിഞ്ഞു. ഈ നിമിഷം കേട്ടതുപോലെ തന്നെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. ഉറപ്പ് യേശുവാണ്. യേശുവാണ് ഉറപ്പ്. യേശുവില്ലെങ്കിൽ അതെല്ലാം തീർന്നു. കാര്യം വില യേശുവാണ്. ദൈവത്തിലിരിക്കുന്ന സകല നന്മകൾക്ക് നമ്മുടെ മേലേക്ക് വരുവാനുള്ള ഏറ്റവും വലിയ വില യേശു ക്രിസ്തു കൊടുത്തുവെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് ഇതെല്ലാം അവകാശമാണ്, കൈവശമാക്കിക്കോണം. എല്ലാവരും ഏറ്റു പറഞ്ഞാട്ടെ.